16-ാം നൂറ്റാണ്ടിലെ ഗീതോപദേശർ എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലുള്ള ലക്ഷ്മണോപദേശത്തെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ 16-ാം നൂറ്റാണ്ട് സാംസ്കാരികമായി അധപ്പതിച്ച് ധാർമ്മിക ച്യുതിയിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കേരളീയ ജനതയെ കൈപിടിച്ച് ഉയർത്തുന്നതിനു വേണ്ടിയും ധാർമ്മികവും സാംസ്കാരികവുമായ നേർവഴിക്ക് നടത്തുന്നതിനു വേണ്ടിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ലക്ഷ്മണോപദേശം എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ളത്. വ്യാസൻ മഹാഭാരതം എഴുതുമ്പോൾ ശ്രീമദ് ഭഗവത്ഗീത അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജനങ്ങളെ പ്രബുദ്ധരാക്കാനും അവരെ നേർവഴിക്ക് ധാർമ്മികമായ വഴിയിലൂടെ കൊണ്ടുപോകുന്നതിനുമുള്ള ഉപദേശമാണ്, ഭഗവാന്റെ ഉപദേശമാണ്. ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്. ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഈ രംഗം തന്നെ വാൽമീകി രാമായണത്തിൽ കാണാൻ കഴിയും. വിധി ആർക്കും തടുക്കുവാൻ കഴിയില്ല. സുഖം, ഭോഗം, എല്ലാ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നൈമിഷികമാണ്. നഷ്ടം, കഷ്ടം ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ടതില്ല. ഇതെല്ലാം വിധി പോലെ നടക്കും എന്ന് പറയുകയും ലക്ഷ്മണൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് ശ്രീരാമൻ ചെയ്യുന്നതായിട്ടാണ് രാമായണത്തിൽ കാണുന്നത്. ഇവിടെ തത്തുല്യമായ ഒരു രംഗം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഉള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ദുഃഖത്തിലാണ്. കാരണം അത് പൗരോഹിത്യ മേധാവിത്വത്തിൻ്റെ ചൂഷണമാണ്. ഈ ചൂഷണം അബ്രാഹ്മണരായ ആളുകൾക്ക് മാത്രമല്ല ഉണ്ടായിരുന്നത്, അത് ബ്രാഹ്മണർക്കും അവരുടെ ചൂഷണത്തിന് വിധേയമായി അവരുടെ ഇരകളായി തീരുന്ന അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം അന്നത്തെ അന്നും അതിനുശേഷമുള്ള സാഹിത്യ കൃതികളും എല്ലാം നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ അന്ന് പുലപ്പേടി, മണ്ണാർപ്പേടി, സ്മാർത്ത വിചാരം എന്നു തുടങ്ങിയ അനാചാരങ്ങൾ അന്ന് നിലവിലുണ്ട്. നായർ സ്ത്രീ സന്ധ്യമയങ്ങുന്ന നേരത്ത് ഒരു പുലയനെ കണ്ടാൽ ആ സ്ത്രീയെ പിണ്ടം വെച്ച് പുറത്ത് ആക്കുകയും ആ പുലയൻ്റെ കൂടെ പോവുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു നിയമവ്യവസ്ഥ പൗരോഹിത്യ മേധാവിത്വം ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇതുപോലെ തന്നെയാണ് മണ്ണാർപ്പേടി. മണ്ണാർപ്പേടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ബ്രാഹ്മണ സ്ത്രീ ഒരു സന്ധ്യ മയങ്ങുന്ന സമയത്ത് ഒരു പുലയനെ കണ്ടാൽ ആ പുലയൻ്റെ കൂടെ ഇതേപോലെ പോകണം. അവരെയും അടിച്ച് പുറത്ത് അഴിക്ക് പുറത്താക്കി പിണ്ടം വയ്ക്കും. മാത്രവുമല്ല, ബ്രാഹ്മണ സ്ത്രീകൾ ആണെങ്കിൽ അവരെ വശമതരാക്കാനായിട്ട് കഴിയാതെ വരുന്ന ബ്രാഹ്മണർ അവരെ പുറത്ത് ചാടിക്കുവാൻ കണ്ടുപിടിച്ചിട്ടുള്ള, ഇല്ലെങ്കിൽ അവരുടെ വൈരാഗ്യം തീർക്കാൻ കാണിച്ചിട്ടുള്ള ഒന്നായിരുന്നു സ്മാർത്ത വിചാരം. വിജനമായ സ്ഥലത്ത് പാടത്ത് ഒരു കുടിൽ കെട്ടി അതിൽ ബ്രാഹ്മണ സ്ത്രീയെ അവരെക്കുറിച്ച് അപകീർത്തി പറഞ്ഞു പരത്തി അതിനകത്ത് കൊണ്ടുവരികയും അതിനകത്ത് വെച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയും അതിൻ്റെ പുറത്തു നിന്ന് ഈ ബ്രാഹ്മണൻ ഇത് ചാർജ് ഷീറ്റ് വായിച്ച് കേൾപ്പിക്കുകയും അതിന് രണ്ടാളുകളെ കൊണ്ടുവന്ന് സാക്ഷി നിർത്തി അവരെ സ്മാർത്ത വിചാരം ചെയ്ത് ശിക്ഷിക്കപ്പെടുകയും അങ്ങനെ പുറത്തു ചാടിക്കുകയും സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന രംഗം കാണാൻ കഴിയും. അവരെ ബ്രാഹ്മണ സ്ത്രീ ഒരു അബ്രാഹ്മണൻ്റെ ആയിട്ട് അടുത്ത് പോയാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ പുറത്ത് ചാടിച്ച് പുറത്ത് കളഞ്ഞിരിക്കുന്നത് പല ആ രംഗം ഇതിവൃത്തമാക്കിക്കൊണ്ട് പല കൃതികളും അന്നുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ലൈംഗിക കാര്യത്തിൽ സാഹിത്യം തന്നെ മുങ്ങി നിൽക്കുകയാണ്. ലൈംഗികതയില്ലാത്ത ഒരു സാഹിത്യവും അന്ന് ജനിക്കുകയില്ല. ചെറുശ്ശേരിയുടെ ഗോപികാദുഃഖം തന്നെ നോക്കിയാൽ അറിയാം. ഭഗവാനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ പോലും ലൈംഗികത
കടത്തിക്കൊണ്ടാണ് ചെറുശ്ശേരി തൻ്റെ കൃതികൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രായഭേദമില്ലേ, വളരെ വൃദ്ധനായ ഒരാൾ വളരെ കുട്ടിയായിരിക്കുന്ന ബാല്യത്തിലുള്ള കുട്ടികളെ കല്യാണം കഴിക്കുക, അതുപോലെ തന്നെ അവരുടെ സുഖഭോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സ്ത്രീകളെ വയ്ക്കുക. അബ്രാഹ്മണരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ദുരിതങ്ങൾ അന്ന് അനുഭവിക്കുകയാണ് ബ്രാഹ്മണ സ്ത്രീകളും അതുപോലെ തന്നെ അബ്രാഹ്മണരായിട്ടുള്ള സമൂഹവും. ഇതെല്ലാം കണ്ട് അദ്ദേഹം എഴുത്തച്ഛൻ വളരെ ദുഃഖിതനായിരുന്നു. അത് മാത്രമല്ല, ഈ സാംസ്കാരിക ച്യുതി ഒരു വശത്ത്, മറ്റൊരു വശത്ത് വിദേശാക്രമണം. ആ വിദേശാക്രമണത്തെ കുറിച്ച് അദ്ദേഹം വളരെയധികം ആശങ്കാകുലനായിരുന്നു. കാരണം അവരുടെ ആചാരങ്ങളും അവരുടെ സംസ്കാരവും കേരളീയ ജനത അനുകരിച്ച് കേരളീയ ജനത ഒന്നുകൂടി നശിച്ചു പോകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അക്ബർ ഇവിടെ രാജഭരണം നടത്തുന്ന സമയത്ത് മുഗൾ ചക്രവർത്തി ആയിട്ട് സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന ഒരു വനിതയെ, ഒരു രജപുത്ര സ്ത്രീയെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് അക്ബറിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. അക്ബർ അത് അവരെ വളരെ വശീകരിക്കുവാൻ വേണ്ടി തൻ്റെ പത്നിയായിട്ട് റാണിയായിട്ട് വാഴ്ത്താം എന്നൊക്കെ പറഞ്ഞ് പല പ്രലോഭനങ്ങളും നടത്തുകയാണ്. ഈ പ്രലോഭനത്തിൽ ഒന്നും വീഴാതെ ആ സ്ത്രീ തൻ്റെ സാധുവായ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചുവിടണം എന്ന് കേണപേക്ഷിക്കുകയാണ്. ഈ രംഗം വള്ളത്തോൾ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു വശത്ത്. രണ്ടാമത്, രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അന്ന് ഒരു ധാർമ്മികതയും മുഗളന്മാരുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഷാജഹാനെ പിടിച്ച് ജയിലിലിട്ടത്. ആരാണ്? മകനാണ്, ഔറംഗസീബ്. എന്തിനാണ്? അത് രാജാധിപത്യം പിടിച്ച് എടുക്കാൻ വേണ്ടിയാണ്. തൻ്റെ സ്വന്തം സഹോദരന്മാരെ പോലും തെരുവീതിയിൽ വെച്ച് വധിക്കുകയാണ്, ജ്യേഷ്ഠനെയും ഒക്കെ. പിതാവിനെ കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയുടെ അടക്കി ഖബർസ്ഥാൻ നോക്കിക്കൊണ്ട് കിടക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു ദ്വാരം ഇട്ട് കൊടുത്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാണ് മറ്റ് ചില കാര്യങ്ങൾ മുഗൾ ഭരണകാലത്ത് നോക്കുകയാണെങ്കിൽ കാണാം, അത് ഒരാൾക്ക് അഭയം കൊടുത്ത ആ രാജാവിൻ്റെ തന്നെ പിൽക്കാലത്ത് തലവെട്ടി മാറ്റി ആ രാജ്യം കൈവശപ്പെടുത്തുന്നത് കാണാൻ ചരിത്രത്തിൽ. ഇത് മാത്രമല്ല, ആ ഇടയ്ക്കാണ് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടും കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പോർട്ടുഗീസുകാരുടെ ആഗമനമാണ്. പിന്നീട് ഡച്ചുകാരുടെയാണ്. ഈ പോർട്ടുഗീസുകാർ ആദ്യമായിട്ട് കോഴിക്കോട് സാമൂതിരിയെ കാണാൻ വന്നപ്പോൾ സാമൂതിരി തന്നെ സ്തബ്ധനായി നോക്കി നിന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തലപ്പാവ്, അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികൾ, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ്, ഇതെല്ലാം തലപ്പാവും ഇതെല്ലാം കണ്ടപ്പോൾ സാമൂതിരി നോക്കി നിന്നത് ഇതെങ്ങനെ നമ്മുടെ കഥകളിയിൽ കഥാപാത്രത്തിന് രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു രൂപത്തെ കാണുകയാണ്. അപ്പോൾ ഈ വന്ന വാസ്കോഡി ഗാമ വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹം രാജാവിൻ്റെ പ്രത്യനോ വല്ലോ ആയിരിക്കും സ്തബ്ധനായിട്ട് നിൽക്കുന്നത്. കാരണം ഒറ്റമുണ്ടും ഉത്തരീയവും മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അങ്ങനെ വളരെ ലളിത വേഷധാരിയായിട്ടുള്ള ഒരാളായിരുന്നു സാമൂതിരി. അപ്പോൾ ആ സാമൂതിരിയെപ്പോലും പിൽക്കാലത്ത് അഭയം കൊടുത്തിട്ട്, ഈ വാസ്കോഡി ഗാമയ്ക്ക് അഭയം കൊടുത്തിട്ട് പിൽക്കാലത്ത് സാമൂതിരിയെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഡച്ചുകാർ വരികയാണ്. അപ്പോൾ ആ ഡച്ചുകാരുടെ സംസ്കാരവും ഇതെല്ലാം കൂടി കൂട്ടിയൊഴിച്ച് ഇത് നമ്മുടെ തനിമയുള്ള നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കും എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ലക്ഷ്മണോപദേശം. ലക്ഷ്മണോപദേശം ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ 16-ാം നൂറ്റാണ്ടിൽ അന്ന് ധാർമ്മിക ച്യുതിയിൽ അകപ്പെട്ടിരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന
പൗരോഹിത്യ മേധാവിത്വത്തെ ആണ് യഥാർത്ഥത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ആ ലക്ഷ്മണോപദേശത്തെക്കുറിച്ച് ഓരോ വിശദമായി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.